അല്ല, ഇത് എനിക്ക് ഇമോഷണലായിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം ഇതിൽ ഞാനൊരു വേഷം ചെയ്യേണ്ടതായിരുന്നു. ജോർജ് സാറിൻ്റെ മേക്കപ്പ് എല്ലാം റെഡിയാക്കിയതാണ്. പക്ഷെ ഒരു ദിവസത്തെ ഡേറ്റ് വേറൊരു പടത്തിൻ്റെ ക്ലാഷ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം പാപ്പലിൽ എനിക്ക് കിട്ടി. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആ വേഷം ഏതാണെന്ന് ചോദിക്കരുത്, പറയൂല. അതൊരു ഗംഭീര വേഷമായിരുന്നു. അത് വിനോദേട്ടനോട് പറയായിരുന്നു നല്ല വേഷമായിരുന്നു എന്ന് പറഞ്ഞ്. നമുക്കൊരു വേഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ വിഷമം മാറില്ല. പക്ഷേ ജോർജ് സാറിൻ്റെ ടീമിൽ വരാൻ പറ്റിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് ലാലേട്ടൻ്റെ ഗ്രിപ്പിങ് ഒരു രക്ഷയില്ല. കാരണം ആ കാലഘട്ടത്തിലുള്ള അഭിനയത്തിൽ ചെറിയ ഒരു മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷേ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന സിനിമയിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതാണ് എന്നെ വിസ്മയിപ്പിക്കുന്നത്. റൺ ബേബി റൺ. അടിപൊളിയായിരുന്നു. നമ്മളിതിനു മുമ്പ് കണ്ട സിനിമയാണ്. അപ്പം പണ്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജോഷി സാറിൻ്റെ കൂടെ ഞാൻ ആൻ്റണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാറിൻ്റെ എല്ലാ സിനിമകളും ഇപ്പോഴും അടിപൊളി തന്നെയാണ്. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല എക്സ്പീരിയൻസ്. ഗംഭീരം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനത്തെ പഴയ സിനിമകളൊക്കെ 4Kയിൽ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും സന്തോഷം. നമ്മൾ ആദ്യം ഓർക്കേണ്ടത് സച്ചിനെയാണ്. സച്ചിയുടെ ഗംഭീര സ്ക്രിപ്റ്റ് അതിലും ഗംഭീരമായിട്ട് ജോഷി സാർ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴും എനിക്കൊണ്ട് ഇത്രയും വർഷം മുന്നേ കണ്ടിരുന്ന അതേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ചാനലുകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നിയത്. കാരണം ഇത്ര വർഷം മുന്നേ സച്ചി ഇത് ആലോചിച്ചു, ഇത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഭീര സിനിമയാണ്. നല്ല ക്വാളിറ്റിയിൽ 4K ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഉറപ്പായിട്ടും ഈ 12 വർഷം മുൻപ്, എനിക്കൊണ്ട് ഇത്രയും വർഷം മുൻപ് ഈ സിനിമ ഇറങ്ങുമ്പോൾ വേറൊരു അന്ന് നമ്മൾ ഇതുപോലെ ചിന്തിച്ചിട്ടില്ല അല്ലേ. ഇങ്ങനെ ഇത്രയും ഒരു ഇപ്പോൾ നമ്മളിതേ സെയിം ഈ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അന്നും ഇത്ര വർഷം മുന്നേ ഇത് ചിന്തിച്ചല്ലോ. അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉണ്ട് സിനിമ. എല്ലാവരും വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഈ പടം ഒരു സക്സസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഏകദേശം 12 വർഷം മുന്നേ മോഹൻലാലും ജോർജ് സാറും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സക്സസ് ആയിരുന്നു എന്ന പടം. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് തൃശ്ശൂർ രാഗത്തിൽ 50 ലക്ഷം രൂപ കളക്ഷൻ വന്ന സിനിമയാണ്. ഒരു സക്സസ് ആയിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്ന പടമാണ്. എല്ലാവരും ഹാപ്പി ആയിരുന്നു ആ കാലത്ത്. ഓക്കെ, താങ്ക് യു.